വലിയ കാറിലൊക്കെ ആർഭാടമുള്ള കാറിലൊക്കെ നമ്മുടെ മന്ത്രിമാരും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ കേരളത്തിന്റെ ഉടനീളം അങ്ങ് തൊട്ട് ഇങ്ങ് വരെയൊക്കെ പറന്ന് നടക്കുകയാണ്. ഒരിക്കലും താഴേക്കിടയിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനൊന്നും അവർക്ക് സമയമില്ല. പക്ഷെ എന്നാൽ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പല ട്രോളന്മാരും ട്രോളുന്നുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ സംഭാഷണം പോലും എടുത്ത് എതിർ പാർട്ടിക്കാർ എടുത്ത് പ്രയോഗിക്കാറുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും ജനങ്ങൾക്കിടയിലേക്ക് എപ്പോഴും ഇറങ്ങി ചെല്ലുകയും കാറിലൂടെ യാത്ര ചെയ്താൽ പോലും നമുക്കറിയാം ഈ ഇടയ്ക്ക് ഒരു റോഡ് മോശമായതിനെ തുടർന്ന് അദ്ദേഹം ഇറങ്ങി അത് പരിഹരിക്കുകയാണ് ചെയ്തത്. അപ്പം എന്ത് സംഭവം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണുന്ന സംഭവം എന്ത് തന്നെയാണെങ്കിലും അത് കണ്ണടച്ചുകൊണ്ട് കാണാത്ത രീതിയിൽ അദ്ദേഹം അത് പോകാറില്ല. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രോഗികൾക്ക് ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങി എന്നുള്ളൊരു വാർത്ത. പക്ഷെ അദ്ദേഹം അത് ഉടനെ തന്നെ അത് ഇടപെടുകയായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാതെ പോകുന്നത്? കാരണം പാവങ്ങളുടെ കാര്യമല്ലേ, അവരുടെ കാര്യം വരുമ്പോൾ മാത്രമേ അവർ ശ്രദ്ധിക്കാറുള്ളൂ. ഇപ്പോൾ MSC കപ്പൽ, ആ കപ്പൽ കമ്പനി നമ്മളുമായിട്ട് നല്ല ബന്ധമാണ്, അതുകൊണ്ട് കേസ് വേണ്ട. അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ അവർക്ക് സമയമുള്ളൂ. താഴേക്കടയിലുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരുടെ ആശാ വർക്കർമാരെ, പാവപ്പെട്ട ശ്രീചിത്രയിൽ കിടക്കുന്ന ഓപ്പറേഷന് വേണ്ടി കിടക്കുന്ന രോഗികളുടെ ഒന്നും കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള സമയമൊന്നും അവർക്ക് കിട്ടാറില്ല. അതാണ് സംഭവം. ഇവിടെ നോക്കൂ, ഈ ശ്രീചിത്രയിൽ ഒരു ഓപ്പറേഷൻ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടണമെങ്കിൽ ആൾ വളരെയധികം ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ട് ആ ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ ആ ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ശസ്ത്രക്രിയ ലഭിക്കാതെ വന്നാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്നാണ് എൻ്റെ അർത്ഥം. അവിടെ വളരെ നീണ്ട ലിസ്റ്റാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുന്ന ആൾക്കാരുടെ. മെഡിക്കൽ കോളേജിലും എങ്ങും ചികിത്സ ലഭിക്കാതെ അതിൻ്റെ ഏറ്റവും അടുത്ത ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ റഫറൽ ആശുപത്രിയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഓട്ടോണമസ് സ്ഥാപനം ഈ അച്യുതമേനോൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയുടെ തന്നെ എക്സലൻസിനുള്ള കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്ഥാപനമാണ് സെൻറ്റർ ഓഫ് എക്സലൻസ്. ആ സ്ഥാപനം കേരളത്തിൻ്റെ അഭിമാനമാണ് വാസ്തവത്തിൽ. ആ ഒരു സ്ഥാപനത്തെ അവഗണിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത്. അതൊരു ഓട്ടോണമസ് സ്ഥാപനമാണ്, കേന്ദ്രവുമായിട്ടും ബന്ധമുള്ള സ്ഥാപനമാണ്. അതുകൊണ്ടായിരിക്കും അവരെ അവഗണിച്ചത്. പക്ഷേ അവിടെ ഉള്ളത് കേരളത്തിലെ പാവപ്പെട്ട രോഗികളാണ്. അവിടെ കാരണം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ ഇളവുകളുണ്ട്, ചികിത്സാ ചെലവിൽ ഇളവുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം രോഗികൾ അവിടെ പോവും. ഹൃദയത്തിന് തകരാറുള്ള കുട്ടികൾ വരെയുണ്ട് അവരുടെ ലിസ്റ്റിൽ. ഹൃദയം തകരാറിലായ അതിന് ഓപ്പറേഷൻ കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകാവുന്ന പിഞ്ചു കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ അവരുടെ ലിസ്റ്റാണ്. ആ ഓപ്പറേഷനുകളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം വരെ. ഈ ഒരു ക്രൈസിസ് ആയിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ആയിട്ടുള്ള ഉപകരണങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ജം പോർട്ടൽ എന്നൊരു പോർട്ടൽ, ആ പോർട്ടലിൽ പറഞ്ഞിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ഇവർക്ക് വാങ്ങിക്കാൻ അധികാരം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ പോർട്ടലിൽ ഇപ്പോൾ നമ്മളുടെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്ന ഉപകരണമാണ് വേണ്ടത്. ഇൻ്റർവെൻഷണൽ റേഡിയോളജി, അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം അതുണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റൂ. ആ ഉപകരണം ഈ ജം പോർട്ടലിലില്ല. കാരണം അത് വിദേശ നിർമ്മിതമാണ്, വിദേശത്ത് മാത്രമേ കിട്ടൂ. ആ ഒരു പ്രതിസന്ധിയിലാണ് ഒരു ഡോക്ടർ അല്ലാത്ത വേറെ ഒരു രാഷ്ട്രീയക്കാരനും മുൻപ് ഒരു സിനിമാ നടനുമായിരുന്ന സുരേഷ് ഗോപി അവിടെ വന്നു. അതിന് വളരെ ലളിതമായൊരു പരിഹാരം കണ്ടു, രാഷ്ട്രീയമായ പരിഹാരം കണ്ടു. അദ്ദേഹം ചെയ്തത് മറ്റൊന്നുമല്ല, HLL അമൃത് ഫാർമസി എന്നൊരു സ്ഥാപനം. ആ സ്ഥാപനം വിദേശത്ത് നിന്ന് ഈ സാധനം വാങ്ങി വരുത്തി വെച്ചിട്ടുണ്ട്. ആ സാധനം എടുത്തിട്ട് ഇപ്പോൾ കുഴപ്പമില്ല, അമൃത് ഇന്ത്യയുടെയാണ്, അത് നേരെ ഈ സ്ഥാപനത്തിന് അങ്ങ് കൈമാറുക. സോൾവ്ഡ്. അങ്ങനെ ഇന്നു മുതൽ പെട്ടെന്ന് അവിടെ നടപടി ഉണ്ടായിട്ട് ഇന്നു മുതൽ അവിടെ ശസ്ത്രക്രിയ പുനരാരംഭിക്കുകയാണ്. ആ രോഗികൾക്ക് പുനർജന്മം കിട്ടുകയാണ്. പിന്നെ രഞ്ജിനി പറഞ്ഞതുപോലെ സുരേഷ് ഗോപി മറ്റു നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ്. മറ്റു നടന്മാർ അവരുടെ ഗ്ലാമർ പരിവേഷം കാണിക്കും, പിന്നെ ഫാൻസ് ക്ലബ് തീർന്നു അവരുടെ പ്രവർത്തനം. ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു യൂണിഫോമും കിട്ടും, ഞാൻ അമ്പടാ ഞാൻ എന്നും പറഞ്ഞിങ്ങനെ നടക്കും. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി സുഖമായിട്ട് ആർഭാടത്തോടു കൂടി ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും അദ്ദേഹം മനുഷ്യന് എവിടെ ബുദ്ധിമുട്ടുന്നു എന്ന് കണ്ടറിഞ്ഞ് അവിടെ പരിഹാരത്തിന് ചെല്ലുന്ന ആളാണ്. അത് ഈ ഒരു രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം മാത്രമല്ല, സുരേഷ് ഗോപി എന്നുള്ളൊരു നടൻ ആയിരുന്ന സമയത്ത് അത് പലപ്പോഴും ഫാസിൽ ഉൾപ്പെടെയുള്ള നിരവധി സംവിധായകരും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ്
താങ്കൾ ഇത്രയും പൈസ ഈ കഷ്ടപ്പെടുന്ന പണം എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ അത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലാണ്, നമ്മൾ ഇതൊന്നും കണ്ട് കാണാതെ പോകുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മറുപടികളും ഒക്കെ അദ്ദേഹം അന്ന് ഇന്നും എന്നും അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. എൻ്റെ മുന്നിൽ എന്ത് കണ്ടാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പിതൃസ്വത്ത് ചിലപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചില്ലായിരിക്കാം, ചിലപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ആവശ്യം, പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സമ്പത്ത് മുഴുവനും ഇത്തരത്തിൽ അദ്ദേഹം പല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. അത് ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പും അത് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണത്. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയെങ്കിൽ വിനിയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും കൂടെ പറഞ്ഞേനെ അത് രാഷ്ട്രീയത്തിൽ ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പലരും പല ഓഫറുകളൊക്കെ ചെയ്യുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അദ്ദേഹം അതിനു മുമ്പും ഇപ്പോഴും ഇനി എന്നും അദ്ദേഹം അങ്ങനെ തന്നെയായിരിക്കും. സഹപ്രവർത്തകരെല്ലാം അത്തരത്തിലാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഇപ്പം എത്രയോ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിൻ്റെ കൺമുമ്പിലൂടെ പോകുന്ന എന്ത് കാര്യവും അദ്ദേഹം ചെയ്യും. ശരിയെന്ന് അദ്ദേഹം തോന്നുന്ന എന്തും ചെയ്യും. അതെ, അത് ഒരു ശരിയായിട്ടുള്ളൊരു ചുവടുവയ്പ്പാണെന്നാണ് നമുക്ക് നമ്മൾ തന്നെ പറഞ്ഞതാണത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ അദ്ദേഹം സാധാരണക്കാരനെ പോലെ സാധാരണക്കാരുടെ കാറിൽ സഞ്ചരിച്ച് അവിടെ ഇറങ്ങിയെന്ന് അതിന് പരിഹാരം നിർദ്ദേശിച്ചിട്ടാണ് പോയത്. ആ നടപടി ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ടാണ് തന്നെയാണ് തൃശ്ശൂർക്കാർ അദ്ദേഹത്തിനെ അത് വിജയിപ്പിച്ചത്. മനുഷ്യകാരുണ്യപരമായ എത്ര പ്രവർത്തനങ്ങളാണ് അദ്ദേഹം, എത്ര പേരുടെ ജീവനാണ് അദ്ദേഹം രക്ഷിച്ചിട്ടുള്ളത്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ പോലും പണം കൊടുത്തിട്ട് എത്ര പേർക്കാണ് വീട് കൊടുത്തിട്ടുള്ളത്. വലിയ കാര്യങ്ങളാണ്. ഒരു ദൈവത്തിനെ പോലെ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ദൈവമായിട്ട് പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ക്ലിഫ് ഹൗസ് ഫുള്ള് ഓപ്പൺ ആയിരുന്നു. അതിന് മുമ്പ് ഉണ്ടായിരുന്ന പല മുഖ്യമന്ത്രിമാരും ഭരിച്ചിരുന്ന സമയത്ത് ക്ലിഫ് ഹൗസ് എപ്പോഴും അടച്ചിടാറില്ല, എപ്പോഴും ഓപ്പൺ ആണ്, ജനങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഓപ്പൺ ആയിരുന്നു. അപ്പൊ നമുക്ക് എപ്പോഴും. പക്ഷെ ഇപ്പോഴും അവിടെ ഉള്ള പരിസരത്തുള്ള ജനങ്ങൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ പ്രൈവസി കൂടിയാണ് നഷ്ടപ്പെടുന്നത്, ഇയാളൊന്ന് ഇറങ്ങിക്കിട്ടി. ഇങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ലിഫ് ഹൗസിലൂടെയാണ് പണ്ട് നിർമ്മലാ ഭവൻ സ്കൂളിലേക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി അപ്പുറത്തേക്ക് കടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പം അത് അടച്ചതിന് ശേഷം നാട്ടുകാർക്ക് കൂടി അവിടെ ഇദ്ദേഹം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറി കിട്ടിയാൽ മതി. അവരുടെ ഒരു പ്രൈവസിയാണ് കൈ കടത്തുന്നത്. പ്രൈവസി മാത്രമല്ല, അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചാൽ പറയും, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാൻ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെയൊക്കെ ഭരണകാലത്ത് അദ്ദേഹത്തിന് ക്ലിഫ് ഹൗസിന് പുറത്തു വരെ ഇങ്ങനെ നിരന്ന് നിൽക്കും ആൾക്കാർ രാവിലെ മുതൽ ഒരു 5:30 മുതൽ. പക്ഷെ അദ്ദേഹം എല്ലാവരുടെയും മറുപടി കേൾക്കാൻ വേണ്ടുന്ന തക്ക തീരുമാനങ്ങൾ അവിടെ. പക്ഷെ ഇപ്പോൾ ഒരു ഈച്ച തന്നെ കടക്കില്ല. ആ രീതിയിലുള്ള സെക്യൂരിറ്റിയും ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർക്കോ പ്രധാനമന്ത്രിക്കോ ഇത്തരത്തിലുള്ള സുരക്ഷാ വലയങ്ങൾ എന്തിനാണ്? ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാനാണ്? ഇദ്ദേഹത്തിന് ആർക്കും വേണ്ട, എന്ത് ചെയ്യാനാണ്? അപ്പൊ ഇത്രയും സുരക്ഷ ഒരു വളരെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഒരു ഭീതിജനകമായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ക്ലിഫ് ഹൗസ് തോന്നുന്നത്. മറ്റേതെന്ന് പറയുന്നത് ജനങ്ങൾക്ക് എപ്പോഴും ചെന്ന് കയറാൻ പറ്റുന്ന ഒരിടമായിട്ട് മാറിയ ആ ക്ലിഫ് ഹൗസ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു പേടിയാണ്, ഭീതിയാണ്. എപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഇല്ല ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നതിന് മുമ്പ് ഇല്ല പട്ടാളക്കാരൊക്കെ നേർന്ന് നിൽക്കുമ്പോൾ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് ആ ഒരു പ്രദേശം അതേ അവസ്ഥയാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസും അതിന്റെ പരിസര പ്രദേശം. ക്ലിഫ് ഹൗസ് ഇപ്പോൾ ഒരു അയൺ ടോംബായിട്ട് മാറിയിരിക്കും. അതെ എന്താണ് നമ്മളുടെ ഇപ്പൊ മുഖ്യമന്ത്രി ആയാലും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇത് കാണും. പക്ഷെ അദ്ദേഹത്തിനെ കൊല്ലാൻ തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പോവുകയാണെങ്കിൽ ഇവർക്ക് അറിയാലോ ഒരാളുടെ ഇദ്ദേഹത്തിനെ എന്തുവാ പറഞ്ഞു വരുന്നത്. സുരേഷ് ഗോപി മുഖ്യമന്ത്രി ആവണമെന്നാണോ പറയുന്നത്? കേരളത്തിൽ അത് സംഭവിക്കില്ല. പക്ഷെ തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു, സുരേഷ് ഈ സേവനങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിൽ ഒരിക്കലും ചിലപ്പോൾ അദ്ദേഹം ആവുമായിരിക്കും. നമ്മൾ അങ്ങനെ നമ്മളുടെയൊക്കെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ എത്രയായാലും 2030 BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയത്തില്ല, സാറിന്റെ നാവ് പൊന്നാവട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തില് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ അല്ലാതെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ ഒരു ധാർഷ്ട്യ സ്വഭാവം പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓരോ കൂടെയുള്ള സഹമന്ത്രിമാരും മറ്റുള്ള മന്ത്രിമാരും MLA എന്ന് വെച്ചാൽ ഒരു ഏകാധിപത്യമാണ്. ഞങ്ങൾ തരുന്നത് നീയൊക്കെ കഴിച്ചാൽ മതി. ഈ ഒരു ധാർഷ്ട്യം ഇത് മാറ്റേണ്ടുന്ന സമയം. ഇപ്പം തന്നെ ശ്രീചിത്ര പോലുള്ള സാർ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണ്ടുന്ന നടപടി അവർക്ക് എപ്പോഴേ എടുക്കാം. ഇവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് സാധിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഇവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ സാധിച്ചിട്ടുണ്ടാകും. ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് എടുത്ത് ഇപ്പൊ വിഴിഞ്ഞത്ത് 2 കപ്പൽ ദുരന്തങ്ങൾ ഇപ്പൊ കേരളത്തിൽ വന്നു കഴിഞ്ഞു. വിഴിഞ്ഞത്തിന്റെ ഇതെടുത്തപ്പം തന്നെ കപ്പൽ ദുരന്തം, ദേശീയപാതയുടെ ഇതെടുത്തപ്പം ദേശീയപാത ഇടിഞ്ഞു കഴിഞ്ഞു. ഇതല്ലാതെ ഇവർ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി ഇങ്ങനെ നടക്കുന്നതല്ലാതെ
എന്ത് ആ മെഡിക്കൽ കോളേജിലോട്ട് ചെല്ലണം? സാറ് പോയിട്ടില്ലേ? പിന്നെ കുറച്ചൊക്കെ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ രോഗികളുടെ അവസ്ഥ പരിതാപകരമാണ്. അവിടെ എങ്ങനെ നടക്കുന്നത് ഒന്നും നമുക്ക് പറയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജൊക്കെ ഏറ്റവും പറഞ്ഞ പാവപ്പെട്ട രോഗികൾക്ക്, കേരളത്തിലെ ഒരു വിഭാഗം പാവപ്പെട്ട രോഗികൾക്ക് ഒരു ആശ്രയമാണ്, ആശ്വാസമാണ്. അതൊക്കെ കുറച്ചുകൂടി വിപുലീകരിച്ച്, ശ്രീചിത്രയൊക്കെ വിപുലീകരിച്ച് അതൊരു കോർഡിനേഷനൊക്കെ വരുത്തി എന്തെല്ലാം രീതിയിലുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ആരോഗ്യ വകുപ്പും ഉള്ള ആശമാർക്ക് ശമ്പളവും കൊടുക്കാതെ അതങ്ങനെ മൊത്തത്തിൽ ഒരു അശാന്തിയുടെ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി. ഇത് നിലമ്പൂരല്ല, ABC ആണ്. സമയം കഴിഞ്ഞു. അതെ, സമയം കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് സാർ, പറഞ്ഞ് തീരത്തില്ല. നമുക്ക് അടുത്ത സ്റ്റോറി ആയിട്ട് എടുക്കേണ്ടി വരും. എന്തായാലും സുരേഷ് ഗോപി ചെയ്ത ഈ ഒരു നല്ലൊരു കാര്യം അല്ലേ, നമ്മൾ കയ്യടി കൊടുക്കേണ്ടത് തന്നെ.